ഒരാളുടെ ജീവിതത്തിൽ ഒരു ന്യൂനതയോ പരാജയമോ വരുമ്പോഴും അവനെ കണ്ടം ചെയ്യുന്നതിന് പകരം അവനോട് ഗോസ്പൽ മൂലം അല്ലെങ്കിൽ ഗോസ്പൽ മുഖാന്തരം അവൻ ആരാണ് എന്ന് പറഞ്ഞാൽ ആ ഗോസ്പലിന് അവനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. നിങ്ങളെ നിങ്ങളുടെ വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യാതെ ഗോസ്പലിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യാൻ തയ്യാറാകണം. അതിൻ്റെ അർത്ഥം നമ്മുടെ പാപപ്രവൃത്തികളെ എല്ലാം ന്യായീകരിക്കണമെന്നോ അതിനെ ലഘുവായി കാണണമെന്നോ അല്ല. പക്ഷേ നമ്മുടെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ എന്ന ബോധം മാത്രമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അവനോട് പറയേണ്ടത് പാപസംബന്ധമായി നീ മരിച്ചവനാണ്, നീ പുതിയ സൃഷ്ടിയാണ്, നീ ആരാണോ അതിന് ചേർന്നതല്ല ഈ പ്രവൃത്തി. അപ്പൊ ഒരാളെ നോക്കി നീ വലിയ പ്രശ്നക്കാരനാണെന്ന് പറയുന്നതിനേക്കാളും നീ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞു നോക്കിയേ, നീ പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ എല്ലാം ചെവിയിൽ ഇതുവരെ കേട്ടിട്ടുള്ളത് മരിക്കണം എന്നാണ്. മരിച്ചു എന്നാണ് സുവിശേഷം പറയുന്നത്. പുതിയതാകണം എന്നാണ് മതം പറയുന്നത്. പുതിയതായി എന്നാണ് സുവിശേഷം പറയുന്നത്. നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയുമെന്നാണ് മതം പറയുന്നത്. എന്നാൽ നല്ല ഫലം കായ്ക്കത്തക്കവണ്ണം നിന്നെ നല്ല വൃക്ഷമാക്കി മാറ്റി എന്നുള്ളതാണ് സുവിശേഷം പറയുന്നത്. യാതൊരു നന്മയും വസിക്കുന്നില്ല എന്ന് വേദപുസ്തകം പറയുന്ന ജഡത്തിൽ നിന്ന് എനിക്കൊരിക്കലും നന്മ പുറപ്പെടുവിക്കാൻ കഴിയില്ല. എത്ര പേര് പറയും ഞാൻ ജഡത്തിലല്ല? ജഡ ശരീരത്തിലാണ്, എന്നാൽ ജഡത്തിലല്ല. ഞാൻ ലോകത്തിലാണ് നടക്കുന്നത്, ലോകപ്രകാരമല്ല നടക്കുന്നത്. റോമാലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, when you were in the flesh. നിങ്ങൾ ജഡത്തിലായിരുന്നപ്പോൾ. അപ്പൊ ഈ ജഡത്തിലായിരുന്നത് എപ്പോഴാണ്? ആത്മാവിൽ ജനിക്കുന്നത് വരെ. യോഹന്നാൻ 3 യേശു പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു. അവൻ എത്ര നന്മ ചെയ്താലും ജഡമാണ്, അവൻ എത്ര നന്മ പ്രവൃത്തി ചെയ്താലും അവൻ ജഡമാണ്. മനുഷ്യൻ പ്രവർത്തിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കും. നമ്മൾ ആദ്യം ഇതിനകത്തുനിന്ന് കയറണം. ഇതിനകത്തുനിന്ന് കയറാൻ തന്നെ പറ്റത്തില്ല, ആരെങ്കിലും കേറ്റണം. ഈ കുഴിയിൽ നിന്ന് എന്നെ കേറ്റാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന്റെ പേരാണ് യേശു. അവൻ ഈ കുഴിയിൽ നിന്ന് എന്നെ കയറ്റി, എന്നിട്ട് എന്നെ ഡവിന്റെ സോപ്പും കൊണ്ടല്ല കഴുകിയത്, തന്റെ രക്തം കൊണ്ട് കഴുകി. എന്നിട്ട് ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കത്തക്കവണ്ണം പറ്റാത്ത അത്രയും തേജസ്സുള്ള അവന്റെ നീതിയുടെ വസ്ത്രം എന്നെ ധരിപ്പിച്ചു.